അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ റോ മൊമെൻറ്റും സെൻട്രൽ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സെൻട്രൽ മൊമെൻറ്റ് മ്യൂ വണ്ണിനെ, അതായത് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റോ മൊമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനെന്തുമായിരുന്നു, കോമ ഇല്ലായിരുന്നു. റോ മൊമെൻറ്റിനാണ് സെൻട്രൽ മൊമെൻറ്റ് ഇങ്ങനെ മ്യൂ2 അങ്ങനെയുള്ള മ്യൂ1 മ്യൂ2 മ്യൂ3 അതിനെ എങ്ങനെ റോ മൊമെൻറ്റിൻ്റെ റിലേഷനാക്കി എഴുതുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മ്യൂ1 നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ മ്യൂ1 എപ്പോഴും 0 ആയിരിക്കും. ഇനി മ്യൂ2 ആവുമ്പം മ്യൂ2 ഡാഷ്, അതായത് സെക്കൻഡ് റോ മൊമെൻറ്റ് മൈനസ് മ്യൂ1 ഡാഷിൻ്റെ സ്ക്വയർ. ഇത് എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ ഇക്വേഷനാണ്. അതായത് വേരിയൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മളിപ്പോൾ അതായത് മ്യൂ2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അത് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ മ്യൂ2 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇതപ്പോൾ വരുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് കണ്ടോ, ഇത് വേരിയൻസ് ആണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ആദ്യത്തെ സെൻട്രൽ മൊമെൻറ്റ് 0, രണ്ടാമത്തെ സെൻട്രൽ മൊമെൻറ്റ് വരുമ്പം അത് വേരിയൻസിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഇനി അടുത്ത ഒരു ഇക്വേഷൻ, അടുത്ത 2 ഇക്വേഷനാണ്. അതെനിക്ക് എത്രയും ചോദിക്കാൻ നടത്തില്ല, മിസ്സ് പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് മ്യൂ3 ഈസ് ഈക്വൽ ടു, ഇതിങ്ങനെ കൂടിയിട്ട് കുറഞ്ഞാൽ പോകുന്നതെന്ന് ഓർത്താൽ മതി. മ്യൂ3 ഡാഷ് മൈനസ് 3, ഇവിടുത്തെ 3 ആണ്, മ്യൂ2 ഡാഷ്, പിന്നെ ഇത് വരത്തില്ല, മ്യൂ1 ഡാഷ് പ്ലസ് 2 മ്യൂ1 ഡാഷ് ദ ഹോൾ ക്യൂബ്. ഇനി അടുത്തത് മ്യൂ4 വരുമ്പോൾ അതായത് ഇവിടെ വരുമ്പോഴേ ഡാഷ് ഇല്ലാത്തുള്ളൂ, ഇതെല്ലാം മേളിൽ ഡാഷ് വരും. മ്യൂ4 ഡാഷ് മൈനസ് 4 മ്യൂ3 ഡാഷ് മ്യൂ1 ഡാഷ് പ്ലസ് 6 മ്യൂ2 ഡാഷ് മ്യൂ1 ഡാഷ് ദ ഹോൾ സ്ക്വയർ മൈനസ് 3 മ്യൂ1 ഡാഷ് ദ ഹോൾ റൈസ് ടു 4. ഇതെനിക്ക് പഠിക്കണമെന്ന് അറിയത്തില്ല, ഇതുവരെ നീ എന്തായാലും പഠിച്ചു വെക്ക്, മ്യൂ3 വരെ. ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനിയും മ്യൂ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. മൊമെൻറ്റ്സ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ. ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സും പല പ്രത്യേകതകളും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊമെൻറ്റ്സ് ഉപയോഗിക്കാം. ഒന്നാമത്തേത് മ്യൂ1 ഡാഷ്. മുമ്പേ നമ്മൾ പറഞ്ഞു മ്യൂ1 ഡാഷ് എന്ന് പറയുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ വരുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് മീനിനെ നമുക്ക് ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അതിനെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇത് കണ്ടാൽ മതി. ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ്, ഫസ്റ്റ് റോ മൊമെൻറ്റ് കണ്ടാൽ മതി. ഇനി വേരിയൻസ് ആണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു മ്യൂ2 ആണ് വേരിയൻസ് മ്യൂ2. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മുടെ ഈ മ്യൂ2ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി, റൂട്ട് ഓഫ് മ്യൂ2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, മെഷർ ഓഫ് കർട്ടോസിസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതിയെന്ന് തോന്നുന്നു. ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ചെയ്യാം. ഇതെനിക്ക് ചോദിക്കുമെന്ന് അറിയത്തില്ല. അപ്പം അതാണെങ്കിൽ സ്ക്യൂനെസിൻ്റെ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ മ്യൂ3 സ്ക്വയർ ബൈ മ്യൂ2 ക്യൂബ്. ഇത്ര ഓർത്താൽ മതി. മേളിൽ മ്യൂ3യുടെ സ്ക്വയറാണ് വരുന്നത്, അപ്പുറത്ത് വരുമ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. താഴെ വരുമ്പോൾ മ്യൂ2ൻ്റെ ക്യൂബ് എന്ന് വരും. സ്ക്വയറാണ് മേളിൽ, താഴെയാണ് ക്യൂബ്. ഇനി മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ4 ബൈ മ്യൂ2 സ്ക്വയർ. ഇതാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട് എക്സ്, അതിൻ്റെ PDF തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ട, ഇതിനകത്ത് f(x) തന്നേക്കുന്നതിൽ ഒരെണ്ണം k തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം k കണ്ടുപിടിക്കണം. അപ്പോൾ അത് മറ്റേ വാല്യൂ വെച്ചിട്ട് ഓൾറെഡി PDF ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി അറിയാം, ഇതിൻ്റെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ
അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 0.1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം അതേ പ്ലസ് കെയും കൂടെ പ്ലസ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 1 വരും. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 0.8 പിന്നെ കെ, പിന്നെ ഈ 0.8 അപ്പുറത്ത് പോകുമ്പം കെ = 1 - 0. കെക്ക് 0.2 എന്നുള്ള വാല്യൂ വരും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ഫസ്റ്റ് 3 റോ ആൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ്. ഇത് ഇനിയിപ്പോൾ റോയും സെൻട്രൽ മൊമെൻറ്റ്സും കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ 3 റോയും സെൻട്രൽ മൊമെൻറ്റ്സും കണ്ടുപിടിക്കുക. അപ്പോൾ കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കെ കിട്ടിക്കഴിയുമ്പം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ PDF മാറ്റി എഴുതണം. കെയുടെ സ്ഥാനത്ത് 0.2 കിട്ടിയതിട്ട് എഴുതണം. ഇനി റോ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു? ഡാഷ് വരുന്നത്, ആ മേളിൽ ഡാഷ് വരുന്നതാണ് റോ മൊമെൻറ്റ്. ആദ്യത്തെ 3 റോ മൊമെൻറ്റ്, ആദ്യത്തെ 3 സെൻട്രൽ മൊമെൻറ്റും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഇക്വേഷൻ പഠിച്ചത് വെച്ച് ചെയ്യാനായിരിക്കും ഒന്നുകൂടെ എളുപ്പം. കാരണം ഈ റോ മൊമെൻറ്റ്, സെൻട്രൽ മൊമെൻറ്റ് അല്ലെങ്കിൽ നമുക്കറിയാം മറ്റേ ഇതൊക്കെ വന്നില്ലേ ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇങ്ങനല്ലേ വരുന്നത്. ഇത് കുറേ കഴിയുമ്പം ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. x³ x⁴ ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് റോ മൊമെൻറ്റും സെൻട്രൽ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ അറിയണമെന്ന് പറയുന്നത്. അപ്പം റോ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ക്യൂബ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണെങ്കിൽ വലിയൊരു ഐഡൻറ്റിറ്റി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കേണ്ടി വരും. അത് പാടായതുകൊണ്ടാണ് ഇത് തമ്മിലൊരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം ഇങ്ങനെ റോ മൊമെൻറ്റ് സെൻട്രൽ മൊമെൻറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ റോ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. റോ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ μ1' ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സമ്മേഷൻ ഓഫ് എക്സ് f(x) x × f(x)ൻ്റെ സമ്മ് അതങ്ങോട്ട് എടുക്കുക. ഇതെനിക്ക് തോന്നുന്നു ടേബിൾ വരച്ചും ചെയ്യാം. ഞാൻ പക്ഷെ ടേബിൾ വരച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എഴുതിയായാലും ചെയ്താൽ മതി. ടേബിൾ വരയ്ക്കുന്ന ഞാൻ എഴുതിയിട്ടില്ല, അപ്പോൾ എഴുതി ചെയ്യാം. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു f(x) ഇത് തമ്മിൽ x × f(x) ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് കൂട്ടുക. അപ്പോൾ എന്താ -2 × -2 × 0.1 പ്ലസ് -1 × 0.2 പ്ലസ് 0 × 0.3 പ്ലസ് 1 × 0.2 പ്ലസ് 2 × 0.2 എല്ലാ എക്സും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x)ഉം തമ്മിൽ ഇൻറ്റു ചെയ്തു. ഇനി ഇത് വരുമ്പോൾ -0.2 -0.2 പ്ലസ് ഇവിടെ 0 ഇൻറ്റു ചെയ്യുന്നത് ഒരു ടേമേ പ്ലസ് അടുത്ത പ്ലസ് വരുമ്പോൾ 1 × 0.2 0.2 പ്ലസ് 0.4 ഇത് കഴിയുമ്പോൾ -0.4 പ്ലസ് 0.6 0.2 വരും. μ1' 0.2. ഇനി μ2' കണ്ടുപിടിക്കുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x² അത് സമ്മേഷൻ ഓഫ് x² f(x) = ഇതിൻ്റെ ഈ 2 1 അതിൻ്റെ എല്ലാം സം എടുക്കുക. -2 × 0.1 പ്ലസ് -1² × 0.2 പ്ലസ് 0² × 0.3 പ്ലസ് 1² × 0.2 പ്ലസ് 2² × 0.2 2ൻ്റെ സ്ക്വയർ ഇങ്ങനെ മൈനസ് ഉള്ളത് കൊണ്ട്, അതായത് ഇങ്ങനെ ഫുള്ളല്ലേ മൊത്തത്തിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് -2 × -2 വരുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ ഇത് 4 പിന്നെ ഇത് നോക്കിയാൽ മതി. 4 × 0.1 പ്ലസ് 1 × 0.2 പ്ലസ് ഇവിടെ 0 വരുന്നത്. 0 × 0.3 വരുമ്പോൾ 0 അല്ല, അതുപോലെ തന്നെ എഴുതി. 1 × 0.2 പ്ലസ് 4 × 0.2 = 0.4 പ്ലസ് 0.2 പ്ലസ് 0.2 പ്ലസ് 0.8 1.6 വന്നു. ഇനി μ3' വരുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x³ എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഓഫ് x³ f(x) ഇതിൻ്റെ എല്ലാം ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് വരുന്നതിൻ്റെ എല്ലാം മൈനസ് തന്നെ വരും. പിന്നെ ഈ കൂടെയുള്ള ടേമിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി. അതിപ്പോൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. 0.1 പ്ലസ് -1ൻ്റെ ക്യൂബ് × 0.2 പ്ലസ്
0 cube into 0.3 plus 1 cube into 0.2 plus 2 cube into 0.2. ഇത് വരുമ്പോൾ -8 2ൻ്റെ ക്യൂബ് 8 ഇൻറ്റു 0.1 പ്ലസ് 1ൻ്റെ ക്യൂബ് 1 തന്നെ, അപ്പോൾ -1 ഇൻറ്റു 0.2 പ്ലസ് 0 പ്ലസ് 1 ഇൻറ്റു 0.2 പ്ലസ് 8 2ൻ്റെ ക്യൂബ് 8 ഇൻറ്റു 0.2 -0.8 -0.2 plus 0.2 plus 1.6 1.8 0.8. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ മൊമെൻറ്റ്സ്. സെൻട്രൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ ആദ്യത്തേത് കണ്ടുപിടിക്കണ്ട, കാരണം സെൻട്രൽ മൊമെൻറ്റ് ഡാഷില്ല. μ1 വരുമ്പോൾ 0 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി μ2ൻ്റേത് എന്താ, μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്നാൽ മതി. μ2 ഡാഷിൻ്റെ ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 1.6, മറ്റേത് 0.2. 1.6 മൈനസ് μ1 ഡാഷിൻ്റെ 0.2 0.2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1.6 മൈനസ് 0.04 ഈക്വൽ ടു 1.56. ഇനി അടുത്തത് μ3 വരുമ്പോൾ μ3 ഡാഷ് മൈനസ് 3 μ2 ഡാഷ് μ1 ഡാഷ് മൈനസ് ആണ് പ്ലസ് ആണ്, പ്ലസ് ആണ് ഇവിടെ വരുന്നത്. പ്ലസ് 2 μ1 ഡാഷ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു μ3 ഡാഷ് 0.8 മൈനസ് 3 ഇൻറ്റു μ2 ഡാഷ് 1.6 ഇൻറ്റു μ1 ഡാഷ് 0.2 പ്ലസ് 2 ഇൻറ്റു 0.2 ദ ഹോൾ ക്യൂബ് 0.8 മൈനസ് ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പം ചെയ്യുമ്പോൾ 0.96 വരും പ്ലസ് 0.016 1.2 ഇവിടെ പ്ലസ്സാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പം -0.144 എന്നാണ് എഴുതിയേക്കുന്നത്. അത് കിട്ടുമായിരിക്കും. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ലാസ്റ്റ് ഫൈൻഡ് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം നമ്മൾ മീനിന് പറഞ്ഞു. മീനെന്ന് പറഞ്ഞാൽ μ1 ഡാഷ് തന്നെയാണ് മീന്. പിന്നെ വേരിയൻസ് എന്ന് പറയുമ്പോൾ μ2 വരും. മീനെന്ന് പറയുമ്പോൾ μ1 ഡാഷ് മീന്, μ2 ആണ് μ2 വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ വേരിയൻസിൻ്റെ റൂട്ട്. അപ്പം μ1 ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 0.2 നമുക്ക് കിട്ടി. അപ്പോൾ അത് മീന് μ1 ഡാഷ് = 0.2. വേരിയൻസ് μ2 കണ്ടുപിടിച്ച് 1.56. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഈ വേരിയൻസിൻ്റെ റൂട്ട് 1.56ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. 1.248 കിട്ടും. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ 4 മൊമെൻറ്റ് എബൌട്ട് മീൻ ഓഫ് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെൻട്രൽ മൊമെൻറ്റ്, റോ മൊമെൻറ്റ് ഒന്നും ചിലപ്പോൾ ചോദിക്കത്തില്ല. മൊമെൻറ്റ് എബൌട്ട് മീൻ അല്ലെങ്കിൽ മൊമെൻറ്റ് എബൌട്ട് 0 എന്ന് ചോദിക്കും. അപ്പോൾ മൊമെൻറ്റ് എബൌട്ട് മീൻ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് സെൻട്രൽ മൊമെൻ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സെൻട്രൽ മൊമെൻറ്റ് അതിൻ്റെ f(x) തന്നിട്ടുണ്ട്. f(x) = 2 × 1 - x. പിന്നെ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. 0 < x < 1 കണ്ടു. ഒരു ഇൻ്റർവെല്ലിനകത്താണ് നിൽക്കുന്നത്. മറ്റേ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ കാണിച്ച് പറഞ്ഞില്ലേ, < എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് വരുന്നത്. ഇവിടെ അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ വരും 0 തൊട്ട് 1 വരെ. 0ക്കും 1നും ഇടയ്ക്ക് നമ്പർ ലൈനിൽ 0ക്കും 1നും ഇടയ്ക്കുള്ള എല്ലാ നമ്പറും 0യും 1ഉം ഉൾപ്പെടെയുള്ള എല്ലാ നമ്പറും ഇതിനകത്ത് വരും. അപ്പം ഇതിനകത്ത് ആദ്യം റാൻഡം വേരിയബിൾ തന്നേക്കുന്നു, f(x) തന്നിട്ടുള്ളൂ.
അത് ഓർക്കണം. ഒരു റാൻഡം വേരിയബിളും എഫ് ഓഫ് എക്സും മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ആദ്യം PDF ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം PDF ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പം ആദ്യം നമ്മൾ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആണോ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം 0 തൊട്ട് 1 വരെ ഈ എക്സിൻ്റെ അവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുമ്പോൾ 1 - 0 ഇവിടെ 1 തന്നെ വരും. 1 × 2 2, അപ്പോൾ അത് കറക്റ്റ്. പിന്നെ 1 ആണ് വരുന്നതെങ്കിൽ 2 × 1 - 1 എന്ന് വരുമ്പോൾ ഇവിടെ 0. 2 × 0 എന്ന് പറയുമ്പോൾ അതായത് മനസ്സിലായി. അത് എനിക്കൊന്ന് മിക്കവാറും പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഈ 2 × 1 - x എന്നുള്ളത് പോസിറ്റീവ് ആണോ പോസിറ്റീവ് അല്ല നോൺ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട. എഫ് ഓഫ് എക്സ് നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ വിളിച്ച് എഫ് ഓഫ് എക്സ് > 0. അപ്പോൾ നമ്മൾ ആദ്യം 0 തൊട്ട് 1 വരെ 0 ഇട്ട് കൊടുക്കുക എക്സിനെങ്കിൽ 2 × 1 - 0 = 2 × 1 2. ഇനി 0 ഇട്ട് കൊടുക്കും 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 1 - 1 = 2 × 0 0. അത് കറക്റ്റാണ്. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് dx 1 ആണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 1 കിട്ടണം. ഇൻ്റഗ്രൽ 0 to 1 വരെയല്ലേ എക്സിൻ്റെ ഇൻ്റർവെൽ. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2 × 1 - x dx. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2 - 2x dx = 0 to 1 2 dx - 2 × 0 to 1 x dx = 2 x 0 to 1 - 2 × x²/2 0 to 1 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോൾ 2 × 1 - 0 - 1² - 0² = 2 × 1 - 1 എന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പോൾ അത് PDF ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിനകത്ത് ഫസ്റ്റ് 4 മൊമെൻറ്റ്സ് എബൌട്ട് മീനിൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 4 മൊമെൻറ്റ്. പക്ഷെ നമുക്ക് ആദ്യത്തെ 4 മൊമെൻറ്റ് റോ മൊമെൻറ്റ് കണ്ടുപിടിച്ചാലേ മീനിൻ്റേത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റോ മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം μ1' = എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ എന്തുമായിരുന്നു ഇക്വേഷൻ? ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് dx. ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറയുമ്പം 0 to 1 എക്സിൻ്റേത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റേത് 2 × 1 - x dx = 0 to 1 2x × 1 - x dx 0 to 1. ഇതിനകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2x - 2x² dx = ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം 2x dx - 2x² dx 2x²/2 0 to 1 - 2x³ 0 to 1 dx 2 ൻ്റെ ക്യാൻസലായി. ഇത്രയും വെളിയിലെടുക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 1² - 0 - 2/3 × 1³ - dx 1³ - 0³ 1 - 2/3 × 1 1 - 2/3 ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 - 2/3 = 1/3 ആദ്യത്തേത്. μ1' എന്ന് പറയുന്നത്. ഇനി μ2' എക്സ്പെക്റ്റേഷൻ ഓഫ് x². ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് dx ഇൻ്റഗ്രൽ ഓവർ = 0 to 1 x² 2 × 1 - x dx =
ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2x². അതായത് ഇത് 2x² എന്നല്ല, ഇതിനെ ഇനി ഫുള്ളായിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ 2x², പിന്നെ മൈനസ് ഇടുക, പിന്നെ ഈ 2x² ഇൻറ്റു എക്സ്. അപ്പോൾ 2x² ഇൻറ്റു എക്സ് ചെയ്യുമ്പം x³ ഇൻറ്റു dx ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2 വെളിയിലെടുത്തു x² dx മൈനസ് 2 എടുത്തു 0 to 1 x³ dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x³/3 0 to 1 മൈനസ് 2 ഇൻറ്റു x⁴/4 0 to 1. ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്നിടാം. ഈ 3 വെളിയിലെടുക്കാം, 2/3. പിന്നെ അവിടെ x² മാത്രമേ ഉള്ളൂ. x² വാല്യൂ ഇടാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1³ മൈനസ് 0 മൈനസ് ഇതിനും അതുപോലെ 2 വെളിയിലെടുക്കാം. ഇത് ഇവിടെ 1 അല്ലേ പിന്നെ വരുന്നത്, ഇത് 2. അപ്പോൾ 1/2 വരും. x⁴ വരുമ്പോൾ 1/4 മൈനസ് 0 ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1 2/3 മൈനസ് 1/2. ഇവിടെ 1 വരുന്നത്. LCM എടുക്കുക, അത് അന്ന് പറഞ്ഞതിലോട്ട് LCM എന്ന് പറയുമ്പം ഇത് രണ്ടും കൂടെ അങ്ങ് ഇൻറ്റു ചെയ്താലും മതി. അതായത് രണ്ടിൻ്റെയും ഇൻറ്റു ചെയ്യുന്നതായിരിക്കും എളുപ്പം. ചെറിയ സംഖ്യയാണെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. 2 ഇൻറ്റു 3 വരുമ്പോൾ 6, പിന്നെ ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 വരുമ്പോൾ 4, 3 പിന്നെ മൈനസ് ഇടുക, സിമ്പിൾ. 3 ഇൻറ്റു 1 3 1/6 വരും. μ2'. ഇനി μ3' വരുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x³ ഇൻ്റഗ്രൽ ഓവർ x x³ f(x) dx 0 to 1 x³ 2 ഇൻറ്റു 1 മൈനസ് എക്സ് dx. അതുപോലെ ഇൻ്റഗ്രൽ 0 to 1 2x³ 1 മൈനസ് എക്സ് എന്നാണ് വരുന്നത്. ഇതിനെ ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 to 1 2 ഇൻറ്റു 2x³ പിന്നെ മൈനസ് അടുത്ത ചെയ്യുമ്പോൾ 2 ഇൻറ്റു x³ എക്സും കൂടി ഇൻറ്റു ചെയ്യുമ്പം x⁴ dx. ഇനി 2 ഇൻറ്റു 0 to 1 x³ dx മൈനസ് 0 to 1 ഈ 2 വെളിയിലെടുക്കാം. 2x⁴ dx is equal to 2 into x⁴/4 0 to 1 minus 2 into x⁵/5 0 to 1. മുമ്പേ ചെയ്തതുപോലെ തന്നെ ഇത് ക്യാൻസലായി 2 ഇതുപോലെ എഴുതുക. 1/2 1² മൈനസ് 0 മൈനസ് 2/5 1⁵ മൈനസ് 0. അപ്പം എന്ത് വരുന്നത് 1/2 മൈനസ് 2/5. ഇതുപോലെ LCM ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. 2 ഇൻറ്റു 5 10, 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 1/10 വരും. അതുപോലെ ഇനി നാലാമത്തേതും കണ്ടുപിടിക്കണം. കാരണം നാലാമത്തെ സെൻട്രൽ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നാലാമത്തേതും വരും. ശരി, അപ്പോൾ നീ ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം 4 ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. μ4' വരുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x⁴ ഇൻ്റഗ്രൽ ഓവർ x⁴ f(x) dx is equal to 0 to 1 x⁴ 2 into 1 minus x dx is equal to ഇതിങ്ങനെ വരുമ്പോൾ 0 to 1 2x⁴ 1 minus x dx 2x⁴ 0 to 1 dx മൈനസ്, അതായത് ഇത് ഓപ്പൺ ചെയ്തതാണ്. ഇത് പിന്നെ മൈനസ് ഇത് വരുമ്പം 2 വരും.
അത് മനസ്സിലായല്ലോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് എഴുതിയത് പിന്നെ ഞാൻ രണ്ടാക്കിയത്, 2 സ്റ്റെപ്പുള്ളത് ഒരുമിച്ച് എഴുതിയതാണ്. പിന്നെ ഇത് വരുമ്പോൾ 2, പിന്നെ x⁴ ഇൻറ്റു എക്സ് ചെയ്യുമ്പം x⁵ dx = കോൺസ്റ്റൻറ്റ് വെളിയിലെടുക്കാം. 2 വെളിയിലെടുത്തു. x⁴ ഡെറിവേറ്റീവ് x⁵5/5 ലിമിറ്റ് 0 to 1 -2 ഇൻറ്റു അതുപോലെ x�6/6 0 to 1. ഇനി ഇതും ക്യാൻസലായി ഇവിടെ 3 എഴുതാം. അപ്പോൾ എന്ത് വരും? 2/5 1/5 -0/5 1/3 ഇൻറ്റു 1/6 -0/6 0. അപ്പോൾ 2/5 ഇതെന്തായാലും 1 വരുന്നത്. അപ്പോൾ അത് 2/5 -1/3. ഇതും അതുപോലെ LCM ഇത് രണ്ടും കൂടെ അടിയിലത്തെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15. 3 ഇൻറ്റു 2 6 -5 ഇൻറ്റു 2 5 ഇൻറ്റു 1 5 1/50. ഇത് 4 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 4 റോ മൊമെൻറ്റ്. ഇനി ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന മൊമെൻറ്റ് എബൌട്ട് ദ മീൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇനിയും സെൻട്രൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാം.